എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിതാ ഞാൻ തയ്യാറാക്കുന്നത് മോര് കാച്ചിയതും കൂടെ നമ്മുടെ വൻപയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് തൈര്, പിന്നെ എടുത്തിരിക്കുന്ന നാളികേരമാണ്. നാളികേരം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നാളികേരം അരയ്ക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം മോര് കാച്ചിയതിനും മോര് കറിക്കുമൊക്കെ അരയ്ക്കുമ്പം നാളികേരം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതാ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തു. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ടത്, 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കടുക് വറുക്കാനായിട്ട് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ മുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. പിന്നെ ഉലുവയും കടുകുമൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. ഒരു 5 ചെറിയ ഉള്ളി അതും ചേർത്ത് കൊടുത്തു. വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊരു ഫ്രൈ ആവുന്ന രൂപമുണ്ടല്ലോ, അതുവരെ നമ്മൾ മൂപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ മോര് കറിയിലേക്ക് ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ തയ്യാറാക്കുന്നത്. മോര് കാച്ചി ഇതൊക്കെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. മുളക് പൊടി അധികം ചേർക്കരുത്, പച്ചമുളകായിരിക്കണം കൂടുതൽ ചേർക്കേണ്ടത്. മുളക് പൊടി ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. കാരണം നമ്മൾ ഈ മോര് കാച്ചിയത് തയ്യാറാക്കുമ്പോൾ സ്വല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ കറിക്കൊരു ഭംഗി ഉണ്ടാവും കാണാൻ. നല്ലൊരു ഓറഞ്ച് കളറിലായിരിക്കും നമുക്കത് കിട്ടുക. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ പച്ചമണമൊക്കെ മാറണ വരെ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും നാളികേരവും കൂടി അരച്ചത്. അപ്പോൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പം അതിനകത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. മോര് കാച്ചിയതിൽ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോര് കാച്ചിയത് അധിക ദിവസം ഇരിക്കില്ല, പെട്ടെന്ന് അത് കേടായി പോകും. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഈ നാളികേരം നന്നായിട്ടൊന്ന് വേവിക്കണം. വേവിക്കാമെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അതായത് ആ പച്ചമണം നാളികേരത്തിൻ്റെ നന്നായിട്ട് മാറി കിട്ടണ വരെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലൊന്ന് ചൂടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ മോരെടുക്കുമ്പോഴും ഒരുപാട് വെള്ളം ചേർത്ത് മോരെടുക്കരുത്. കട്ട തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട മാറ്റിയെടുത്താൽ മതി. അല്ലാണ്ട് ഒരുപാട് വെള്ളം ചേർത്താലും നമ്മുടെ മോര് കാച്ചിയതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും കിട്ടുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കാച്ചിയ മോര് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, എന്നാലും നന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ, ശരിക്കും വെള്ളം ഇല്ലാത്തത് കൊണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ മോരങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മോര് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒന്ന് എടുത്തത്, മിക്സിയിലൊന്നും ഞാൻ അടിച്ചെടുത്തില്ല. അപ്പോൾ ഒരുപാട് കട്ടയുണ്ടെങ്കിൽ ആ കട്ടയോട് കൂടി തന്നെ ചേർക്കരുത്. കാരണം ചൂടായിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമ്മളത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോയിട്ട് ഇങ്ങനെ കട്ട കട്ട പോലെ കെട്ടിക്കിടക്കും. അതുകൊണ്ടാണ് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. എന്നിട്ട് ഇതാ ചെറിയ തീയിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കരുത്, ചൂടായി വരണം. ചൂടാക്കുകയും ചെയ്യണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ മോര് കാച്ചിയതിന് ഓഫ് ചെയ്യരുത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നേരത്തെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഇതാ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ആ തീയിൽ തന്നെ ഇരിക്കണം കേട്ടോ. കാരണം തീ കൂട്ടിയും വയ്ക്കരുത്. സാധാരണ മോര് കാച്ചുമ്പം ചിലർ പറയും ഒഴിച്ച വഴി തന്നെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കും. അങ്ങനെ ആവശ്യമില്ല. ആ മോരും കൂടി ചേർന്നിട്ട് ചെറിയ തീയിലിരുന്ന് ഒന്ന് ചൂടായി തന്നെ കിട്ടണം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് പഞ്ചസാര വേണച്ചാൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സാധാരണ ചേർക്കാറുണ്ട്, കാരണം പുളിയും ആ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ, കുറച്ച് നമ്മുടെ ഉലുവാപ്പൊടി. ഇത്ര എടുത്താൽ മതി കേട്ടോ. എന്താ പറയുക, ഒരു നുള്ളെന്നൊക്കെ പറയില്ലേ, അത്ര എടുത്താൽ മതി. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മോര് കാച്ചിയതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. നമ്മൾ ആദ്യം
കുറച്ച് ഉലുവ ഇട്ടിട്ടാണ് പൊട്ടിച്ചിരിക്കുന്നത്, എന്നാലും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിതാ ഞാൻ ആ കറക്റ്റ് എപ്പോഴാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ഒരു പത പോലെ വരും ചുറ്റിനും മുകളിലേക്ക്. തിളയ്ക്കുകയില്ല, എന്നാൽ നന്നായിട്ട് ഒരു പത കിട്ടുകയും വേണം. ആ സമയത്തായിരിക്കണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ആ സ്റ്റൗവിൽ വയ്ക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതാ കണ്ടില്ലേ, പയ്യൊന്ന് തിളച്ചൊന്ന് മുകളിലോട്ട് പൊന്തി വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് മോര് കാച്ചിയത് എടുക്കുമ്പോഴുള്ള കറക്റ്റ് പാകം കേട്ടോ. ഇതപ്പം ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോര് കാച്ചിയതിൻ്റെ കൂടെ സാധാരണ എല്ലാവർക്കും, എനിക്കും ഇഷ്ടം ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെയാണ്. പക്ഷെ നമ്മുടെ അമ്പലത്തിൽ ഇവിടെ ഉത്സവം ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോൺ വീട്ടിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. ഒരു 7 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിനി നോൺ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടിയാണ്. ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കും. മോര് കാച്ചിയതിൻ്റെ കൂടെ കഴിക്കാനായിട്ടല്ലേ ചെറുപയർ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ വൻപയർ മെഴുക്ക് പുരട്ടി. അപ്പം ഞാൻ അത് തയ്യാറാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2 തണ്ട് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടണുണ്ട്. പൊട്ടി നല്ല ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 5 ചെറിയുള്ളിയും അതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയർ എടുത്തിരിക്കുന്നത് 1 കപ്പാണ്. അപ്പോൾ അതനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന അളവനുസരിച്ച് വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും അളവിന് വ്യത്യാസം വരും. എന്നിട്ടിത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല ഫ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ പയർ മെഴുക്ക് പുരട്ടിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടിയേക്കാളും ഇതിന് ടേസ്റ്റ് വരിക നമ്മുടെ വറ്റൽമുളക് ഇടിച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്തുന്നേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ശരിക്കും ഒരു 2-3 സെക്കൻഡ് നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച പയറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പയർ ചേർക്കുമ്പം അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് വെള്ളവും കൂടി ഉണ്ടായിരുന്നു, പയർ വേവിച്ച വെള്ളം, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. ഞാൻ ആ പയർ വെന്ത വെള്ളം കിട്ടുകയാണെങ്കിൽ അത് കളയാറില്ല. പാകത്തിനാണ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചിലപ്പോൾ ബാക്കി ഞാൻ വരുത്താറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പയർ നമ്മൾ വേവിച്ച ഉടനെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പം വെള്ളത്തോടു കൂടി ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. കാരണം കുറച്ച് നേരം കൂടി ആ ഒരു പയർ വെന്ത വെള്ളത്തിൽ ഇതെല്ലാം കൂടി ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഞാൻ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പയർ മെഴുക്ക് പുരട്ടി. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് മതി, അപ്പോഴേക്കും ആയിക്കോളും. കാരണം വെന്ത വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമല്ല, നമുക്കത് ഊറ്റിയെടുക്കുമ്പോൾ ഒരു വളരെ കുറച്ച് നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ എന്നൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാവരും തയ്യാറാക്കുന്നത് തന്നെയാണെന്ന് എനിക്കറിയാം, മോര് കാച്ചിയതും പയർ മെഴുക്ക് പുരട്ടിയൊക്കെ. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കിയപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്